ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വാഴയില ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തയ്യാറാക്കിയാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ശർക്കര, ലേശം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പാനി കാച്ചി എടുക്കാം. ഒരുപാട് കുറുകിയൊന്നും പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പാനി പരുവായാൽ മതി. ഏകദേശം നമ്മുടെ പാനിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവായ മതി. ഞാനിവിടെ പഴം എടുത്തേക്കുന്ന റോബസ്റ്റ പഴമാണ്, നല്ലപോലെ പഴുത്ത പഴമാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ പാനി കാച്ചി വെച്ചതിനകത്തോട്ട് നമ്മുടെ ഈ പഴം അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം നെയ്യും ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചുക്ക് പൊടിച്ചത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന്, ഇത് ചെറുതീയിലാട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. അവസാനമായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇപ്പം ഞാനിത് തീയിന്നൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ ഒരു പരുവത്തിലാണ് ഇതാക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ലേശം നെയ്യ് തടവി എന്നിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ നമുക്ക് പരത്തി എടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുത്ത് നമ്മുടെ അട ആവി കയറ്റി എടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ. കാരണം നമ്മൾ മാവെല്ലാം ഒന്ന് ആവി വെന്തതല്ലേ, അപ്പം അതുകൊണ്ടൊരു 5-8 മിനിറ്റുള്ളിൽ നമ്മുടെ അടയൊക്കെ തയ്യാറായി കിട്ടും. ഇപ്പം നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വാഴയില ഇല്ലെങ്കിൽ നമുക്കിതുപോലുള്ള ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.